ലോകത്ത് സൈനിക മത്സരത്തിൽ ശക്തിയുടെ അളവുകൾ ടാങ്കുകളോ യുദ്ധവിമാനങ്ങളോ മാത്രമല്ല. ശബ്ദത്തിൻ്റെ 5 ഇരട്ടി വേഗതയിൽ കുതിച്ചു പായുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങളാണ് ഇനി യഥാർത്ഥ ഗെയിം ചേഞ്ചർ. ആരാണ് ഈ മത്സരോട്ടത്തിൽ മുൻപന്തിയിൽ എത്തുക എന്ന ചോദ്യം ഉയരുകയാണ്. റഷ്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ മേൽക്കൈ ആർക്കാണ്? കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ദീർഘകാല ദർശനത്തോടെയും സ്ഥിരതയോടെയും ഹൈപ്പർസോണിക് ഗവേഷണത്തിലും വിന്യാസത്തിലും നിക്ഷേപം നടത്തിയ ചൈന ഇന്ന് ലോകം നോക്കി നിൽക്കെ ഏറ്റവും വിപുലവും വൈവിധ്യമാർന്നതുമായ ഹൈപ്പർസോണിക് മിസൈൽ ആയുധശേഖരങ്ങളിലൊന്ന് നിർമ്മിച്ചു കഴിഞ്ഞു. വേഗത, വിന്യാസത്തിന്റെ വ്യാപ്തി, സാങ്കേതിക സങ്കീർണത, പിന്തുണയ്ക്കുന്ന വ്യവസായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ മാനദണ്ഡങ്ങളിലും ചൈന മുന്നേറ്റം കൈവരിച്ചു. ഹൈപ്പർസോണിക് യുഗത്തിലേക്ക് ലോകം കടക്കുമ്പോൾ അതിന്റെ വേഗതയും ദിശയും നിർണ്ണയിക്കുന്നതിൽ ചൈന പ്രധാന ശക്തിയായി മാറി. ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ എണ്ണം, അവയുടെ വിന്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മാനദണ്ഡങ്ങളിൽ ചൈന മറ്റ് പ്രധാന സൈനിക ശക്തികളെക്കാൾ മുന്നിലാണെന്ന് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ തന്നെ തുറന്നു സമ്മതിക്കുന്നു. മാക് 5 മുകളിലുള്ള വേഗതയിൽ സ്ഥിരമായി പറക്കാൻ കഴിയുന്ന മിസൈലുകൾ ചൈന ഇതിനകം വിന്യസിച്ചു കഴിഞ്ഞുവെന്നാണ് നിഗമനം. ഒരൊറ്റ വിഭാഗത്തിൽ ഒതുങ്ങാതെ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും ക്രൂയിസ് സംവിധാനങ്ങളിലേക്കും അതിസങ്കീർണമായ ഹൈപ്പർസോണിക് ആയുധങ്ങൾ വരെ ചൈന നിർമ്മിച്ചു കഴിഞ്ഞുവെന്നതാണ് ഹൈപ്പർസോണിക് യുഗത്തിൽ ചൈനയെ മറ്റെല്ലാ സൈനിക ശക്തികളിലും നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഉയർന്ന വേഗതയിൽ ദിശമാറ്റങ്ങൾ സാധ്യമാക്കുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളും പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഏറെക്കുറെ അപ്രസക്തമാക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രത്യേകത വേഗത മാത്രമല്ല, പ്രവചനാതീതമായി സഞ്ചരിക്കാനും അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ ദിശമാറ്റങ്ങൾ നടത്താനും കഴിയുന്ന കഴിവാണ് അവയെ കൂടുതൽ അപകടകരമാക്കുന്നത്. ഇതാണ് ഇന്നുള്ള മിക്ക മിസൈൽ പ്രതിരോധ ശൃംഖലകളെയും വെല്ലുവിളിക്കുന്നത്. സ്വാഭാവികമായി ഉണ്ടായതല്ല. ഷീ ജിൻപിങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഔദ്യോഗിക പ്രതിരോധ ബജറ്റ് ഏകദേശം ഇരട്ടിയായി. ഹൈപ്പർസോണിക് ഗവേഷണം, മിസൈൽ പ്രൊപ്പൽഷൻ, മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ, ആഗോള സ്ട്രൈക്ക് ശേഷികൾ ഇവയിലേക്കുള്ള സ്ഥിരമായ നിക്ഷേപമാണ് ഇന്നത്തെ ഉയർച്ചയ്ക്ക് കാരണം. അവൻഗഡ്, കിൻസാൽ, സിർക്കോൺ തുടങ്ങിയ സംവിധാനങ്ങൾ വിന്യസിച്ച് റഷ്യയും ഈ രംഗത്ത് ശക്തമായ സാന്നിധ്യം പുലർത്തുന്നു. ചില മോഡലുകളുടെ എണ്ണത്തിൽ റഷ്യ മുന്നിലാണെന്നും അവകാശവാദമുണ്ട്. ഈ ആയുധങ്ങളിനി പരീക്ഷണശാലകളിലെ ആശയങ്ങളല്ല, മറിച്ച് യുദ്ധഭൂമിയുടെ നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന നിർണായക ശക്തിയാണ്. ലോകം ഹൈപ്പർസോണിക് യുഗത്തിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ ചൈനയുടെ പങ്ക് വ്യക്തമാണ്. ഭാവിയിലെ യുദ്ധങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യപ്പെടുമെന്നതിലും പ്രധാന സ്വാധീന ശക്തിയായി ചൈന മാറിക്കൊണ്ടിരിക്കുന്നു.